പഞ്ചായത്തിലെ തീരദേശ മേഖലയിൽ തെരുവുനായുടെ ആക്രമണത്തിൽ 10 വയസ്സുകാരി ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലപ്പിള്ളി എലിക്കോട് വീണ്ടും പുലിയിറങ്ങി പശുവിനെ കൊന്നു. പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്ന പ്രദേശവാസികൾ. കയ്പമംഗലം മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ജില്ലാ കളക്ടർ ഉന്നതതല യോഗം വിളിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പൈപ്പ് ലൈനുകളിലെ തടസ്സം കണ്ടെത്തി പരിഹരിക്കാൻ സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാൻ തീരുമാനം. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം കുട്ടൻകുളം നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാന ബജറ്റിൽ നിന്നും അനുവദിച്ച 4 കോടി രൂപ ചിലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എരുമപ്പെട്ടി തോന്നല്ലൂരിൽ ഇന്നോവ കാർ ആംബുലൻസിൽ ഇടിച്ച് രോഗിയായ 4 വയസ്സുകാരനും മാതാവിനും പരിക്കേറ്റു. ചാവക്കാട് സ്വദേശി സന്ധ്യ, മകൻ അദ്വിത് എന്നിവർക്കാണ് പരിക്കേറ്റത്. അഞ്ഞൂർ ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മോഷണം. പ്രതിഷ്ഠയിൽ ചാർത്തിയിരുന്ന വെള്ളിമാലകളും ഗോളകയും കവർന്നു. ആമ്പല്ലൂർ കളരിക്കൽ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഭണ്ഡാരം തകർത്ത് പണം കവർന്നു. വാർത്തകൾ വിശദമായി. ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിലെ തീരദേശ മേഖലയിൽ തെരുവുനായുടെ ആക്രമണത്തിൽ 10 വയസ്സുകാരി ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേറ്റു. കബീർ പൊള്ളക്കാഴി, മുഹമ്മദ് ഷാഫി പുതുവീട്ടിൽ, ആമിദ് പുഴങ്ങര, കയ്യമ്മോൾ ചിന്നയ്ക്കൽ, കാവുങ്ങൽ ഉമൈവ, ഹമീദ് സക്രിനത്ത്, പുഴങ്ങര ഷമീർ, മകൾ അമീന എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ അമീദിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അക്രമകാരിയായ നായ മേഖലയിൽ കറങ്ങി നടക്കുന്നതിനാൽ നാട്ടുകാർ പരിഭ്രാന്തിയിലാണ്. വണ്ടി അരി എടുത്തിട്ട് വെക്കണ സമയത്താണ് ഇത് പിന്നിൽ കൂടെ വന്നിട്ട് കഴിച്ചത്. വേറെ അപ്പുറത്ത് ഓടിപ്പോണ്ടിരിക്കുന്നു. കുറേ ആളുകൾ കടിച്ചിട്ടുണ്ട് ഈ ഒരു സാധനം തന്നെ. പാലപ്പിള്ളി എലിക്കോട് വീണ്ടും പുലിയിറങ്ങി പശുവിനെ കൊന്നു. എലിക്കോട് സ്വദേശി മുളങ്ങുന്നത്ത് ശാരദയുടെ പശുവാണ് ചത്തത്. എലിക്കോട് ഗണപതി ക്ഷേത്രത്തിന് സമീപത്താണ് പുലിയിറങ്ങിയത്. ടാപ്പിങ്ങിനെത്തിയ തോട്ടം തൊഴിലാളികളാണ് പശുവിനെ ചത്ത നിലയിൽ കണ്ടത്. പശുവിന്റെ ശരീരഭാഗം ഭക്ഷിച്ച നിലയിലാണ്. പുലിയാണ് പശുവിനെ കൊന്നതെന്ന് സ്ഥലത്തെത്തിയ വനപാലകർ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ മാസം കുണ്ടായി കാരിക്കുളം പ്രദേശത്ത് പുലിയിറങ്ങി 2 പശുക്കളെ കൊന്നിരുന്നു. ജനവാസ മേഖലയിൽ സ്ഥിരമായി പുലിയിറങ്ങിയതോടെ തോട്ടം തൊഴിലാളികളും ആദിവാസി കുടുംബങ്ങളും ഭീതിയിലാണ്. പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊല്ലുന്നത് പതിവായിട്ടും പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാൻ വനം വകുപ്പ് അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കയ്പമംഗലം മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ജില്ലാ കളക്ടർ ഉന്നതതല യോഗം വിളിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പൈപ്പ് ലൈനുകളിലെ തടസ്സം കണ്ടെത്തി പരിഹരിക്കാൻ സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാൻ തീരുമാനം. E.T. ടൈസൺ MLAയുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉന്നതതല യോഗം വിളിച്ചത്. വാട്ടർ അതോറിറ്റിയുടെ നിരുത്തരവാദിത്തം ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ രൂക്ഷമായ വിമർശനങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു. MLA ഫണ്ട് ഉപയോഗപ്പെടുത്തി നടപ്പാക്കുന്ന എടത്തുരുത്തി രാമൻകുളം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വാട്ടർ ടാങ്ക് സ്ഥാപിക്കാത്തതിലും നിലവിലെ അറ്റകുറ്റപ്പണികൾ വൈകിപ്പിച്ച കുടിവെള്ളം പാഴാക്കുന്നതിലും MLA ആശങ്ക പ്രകടിപ്പിച്ചു. ആവശ്യമെങ്കിൽ മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നപരിഹാരത്തിനായി തിരുവനന്തപുരത്ത് വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ഉന്നതതല യോഗം വിളിപ്പിക്കുമെന്നും MLA പറഞ്ഞു. വെള്ളക്കെട്ട് പ്രശ്നം, ഈ 2 പ്രശ്നം സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. എടത്തിരുത്തി പ്രദേശത്തുള്ള രാമൻകുളം കുടിവെള്ള പദ്ധതി, അതിൻ്റെ മുകളിലുള്ള ടാങ്ക് നിർമ്മാണത്തിനുള്ള ഏറ്റവും വേഗത്തിൽ ചെയ്യാനുള്ള തീരുമാനം. മറ്റൊന്ന്, നമ്മുടെ ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ആല പ്രദേശത്ത്, അതുപോലെ ഗോതിരത്ത്, കല്ലുംപുറം ഒക്കെയുള്ള പ്രദേശത്തുള്ള കുടിവെള്ളക്ഷാമം ഒക്കെ പരിഹരിക്കാനുള്ള സ്പെഷ്യൽ ടീമിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് രാത്രി കാലങ്ങളിലും ഇത്തരം വർക്ക് ചെയ്യാനുള്ള രീതിയിൽ ജോലിക്കാരെ അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലെയും അറ്റകുറ്റപ്പണികൾക്കായി പഞ്ചായത്തുകൾക്ക് സ്വന്തമായി കരാർ കൊടുക്കുവാനുള്ള അനുമതിക്കായി ജില്ലാ ആസൂത്രണ സമിതിയുടെ ശുപാർശയോടെ സർക്കാരിനോട് അനുമതി തേടും. പൊട്ടിയ പൈപ്പുകളുടെ ചോർച്ച അടയ്ക്കൽ ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കുവാനും ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന വാർഡ് 9, 10, 11 പ്രദേശങ്ങളിലെ പൈപ്പ് ലൈനുകളിലെ തടസ്സം കണ്ടെത്തി പരിഹരിക്കാൻ സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനമായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, ADM T മുരളി, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. TCV കയ്പമംഗലം.
ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം കുട്ടൻകുളം നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാന ബജറ്റിൽ നിന്നും അനുവദിച്ച 4 കോടി രൂപ ചിലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുക. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി PWD ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം സർവേ നടപടികൾ ആരംഭിച്ചു. കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെയും കുട്ടൻകുളത്തിന്റെയും ചരിത്ര പ്രാധാന്യവും സാംസ്കാരിക പശ്ചാത്തലവും കണക്കിലെടുത്താണ് നിർമ്മാണം നടത്തുക. സർവേ നടപടി പൂർത്തിയാക്കി പ്ലാനും ഡിസൈനും എസ്റ്റിമേറ്റും തയ്യാറാക്കി ഉടൻ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് തീരുമാനം. 2022 ബജറ്റിൽ കുട്ടൻകുളത്തിന്റെ തകർന്നുപോയ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിച്ച് കുളം നവീകരിക്കുന്നതിന് 5 കോടിയാണ് സർക്കാർ വകയിരുത്തിയിരുന്നത്. എന്നാൽ അതിനുശേഷം ദേവസ്വം നൽകിയ 4 കോടിയുടെ പദ്ധതിക്ക് കഴിഞ്ഞ വർഷം സർക്കാർ ഭരണാനുമതി നൽകുകയായിരുന്നു. കൂടൽമാണിക്യം ദേവസ്വത്തിന് എഞ്ചിനീയറിംഗ് വിഭാഗം ഇല്ലാത്തതിനാൽ മന്ത്രി അടക്കമുള്ളവർ യോഗം ചേർന്ന് പ്രവൃത്തിയുടെ ചുമതല PWDക്ക് കൈമാറുകയായിരുന്നു. എന്നാൽ അതിനുശേഷം തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള വളരെ പ്രസിദ്ധവും പ്രത്യേകതയുള്ളതുമാണ് കുട്ടൻകുളം. പ്രസിദ്ധമായ കുട്ടൻകുളം സമരം നടന്നത് ഈ കുളത്തിന് സമീപമാണ്. കുളം നിർമ്മിച്ച ആളുടെ പേരിൽ അറിയപ്പെടുന്ന അപൂർവം കുളങ്ങളിലൊന്നാണ് ഇത്. 1 ഏക്കറിലധികം വിസ്തൃതിയിൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ദീർഘചതുരാകൃതിയിൽ നിർമ്മിച്ച ഈ കുളത്തിൽ നിഴൽ വീഴില്ലെന്ന പ്രത്യേകതയുമുണ്ട്. മഴക്കാലത്ത് ക്രമാതീതമായി വെള്ളമുയർന്നാൽ ഒഴുകിപ്പോകാൻ ഇന്നത്തെ എഞ്ചിനീയറിംഗ് സംവിധാനങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഡ്രെയിനേജ് സംവിധാനവും ഉണ്ട്. വേനലിൽ പോലും വറ്റാത്ത മികച്ച ഒരു ജലസംഭരണി എന്ന നിലയിൽ കുട്ടൻകുളം നവീകരിച്ച് സംരക്ഷിക്കണമെന്ന് കാലങ്ങളായി ആവശ്യമുയർന്നിരുന്നു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. എരുമപ്പെട്ടി തോന്നല്ലൂരിൽ ഇന്നോവ കാർ 108 ആംബുലൻസിലിടിച്ച് രോഗിയായ 4 വയസ്സുകാരനും മാതാവിനും പരിക്കേറ്റു. ചാവക്കാട് സ്വദേശി പരിപ്പിൻ താഴത്ത് സന്ധ്യ, മകൻ അദ്വിത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രോഗിയുമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. തോന്നല്ലൂർ ബാലനരസിംഹമൂർത്തി ക്ഷേത്ര റോഡിന് സമീപമാണ് അപകടമുണ്ടായത്. കേച്ചേരി ഭാഗത്തുനിന്ന് എരുമപ്പെട്ടിയിലേക്ക് വരികയായിരുന്ന ഇന്നോവ കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് എതിരെ വന്നിരുന്ന 108 ആംബുലൻസിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ വീട്ടുമതിലും ഗേറ്റും തകർത്തു. അപകടത്തിൽ കാറിനും ആംബുലൻസിനും കേടുപാടുകൾ സംഭവിച്ചു. അഞ്ഞൂർ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മോഷണം. പ്രതിഷ്ഠയിൽ ചാർത്തിയിരുന്ന വെള്ളിമാലകളും ഗോളകയും കവർന്നു. ക്ഷേത്രം ജീവനക്കാരൻ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. ക്ഷേത്രവാതിലിന്റെ പൂട്ട് തകർത്ത നിലയിലായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മാലയും ഗോളകയും മോഷണം പോയ വിവരം അറിയുന്നത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആമ്പല്ലൂർ കളരിക്കൽ ശ്രീമഹാഗണപതി ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം തകർത്ത് പണം കവർന്നു. ക്ഷേത്രത്തിൽ സഹായത്തിനായി എത്തിയ സ്ത്രീയാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളെ വിവരം അറിയിക്കുകയായിരുന്നു. ശ്രീകോവിലിന് മുൻപിലെ ഭണ്ഡാരം കുത്തി തുറന്ന് മറിച്ചിട്ട നിലയിലും സമീപത്ത് വെച്ചിരുന്ന വിളക്ക് തകർത്ത നിലയിലും കണ്ടെത്തി. ഏകദേശം 10,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞയാഴ്ച വെണ്ടൂർ നമ്പൂരിച്ചൻ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ 2 ഭണ്ഡാരങ്ങൾ തകർത്ത് മോഷണം നടന്നിരുന്നു. കോടന്നൂർ ബാറിൽ വെച്ച് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച 3 പേർ അറസ്റ്റിൽ. വെങ്ങിണിശ്ശേരി തയ്യിൽ വീട്ടിൽ ശ്രീരാഗ്, ശിവപുരം ചുള്ളിപ്പറമ്പിൽ പ്രദീപ്, വയലിപ്പറമ്പിൽ സുമേഷ് എന്നിവരെയാണ് ചേർപ്പ് ഇൻസ്പെക്ടർ KO പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ജൂലൈ 14 രാത്രിയാണ് കോടന്നൂർ ബാറിൽ വെച്ച് പ്രതികൾ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ശ്രീരാഗ് ചേർപ്പ് മേഖലയിലെ സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് പോലീസ് പറഞ്ഞു. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ സാഹസികമായാണ് പിടികൂടിയത്. ചേർപ്പ് SI S ശ്രീലാൽ, MS ഷാജു, KS ഗിരീഷ്, ASI ജ്യോതിഷ്, മാധവൻ, സീനിയർ CPOമാരായ ES ജീവൻ, MU ഫൈസൽ, KA ഹസീബ്, സോഹൻലാൽ, അജിത് എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പെരുംതോട് വലിയ തോടിന്റെ ശുചീകരണം ആരംഭിച്ചു. കയ്പമംഗലം മണ്ഡലത്തിലെ പെരിഞ്ഞനം, മതിലകം, ശ്രീനാരായണപുരം, എടവിലങ്ങ്, എറിയാട് എന്നീ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചൊഴുകുന്ന പെരുംതോട് വലിയ തോട് ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരണം നേരത്തെ നടത്തിയിരുന്നു. എന്നാൽ മഴ ശക്തമായാൽ വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെടുമെന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് ശുചീകരണം ആരംഭിച്ചത്. ജില്ലാ കളക്ടർ ചെയർമാനായ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ET ടൈസൺ MLA കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് 3 ലക്ഷം രൂപ വകയിരുത്തി പെരുംതോട് വലിയ തോട് ശുചീകരണം വീണ്ടും ആരംഭിച്ചത്. ശുചീകരണ പ്രവൃത്തികൾ നടന്ന മേഖലകൾ ET ടൈസൺ MLA സന്ദർശിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സീനത്ത് ബഷീർ, വിനീത മോഹൻദാസ്, ഇറിഗേഷൻ AE ജയകൃഷ്ണൻ, പെരുംതോട് വലിയ തോട് പദ്ധതി കോർഡിനേറ്റർ രാധാകൃഷ്ണൻ തുടങ്ങിയവരും MLAയോടൊപ്പം സ്ഥലത്തുണ്ടായിരുന്നു. വലിയ തോട് പദ്ധതിയുടെ
വലിയ രീതിയിലുള്ള ക്ലീനിങ് നല്ല ബഹുജന പങ്കാളിത്തത്തോടുകൂടി നടന്നു കഴിഞ്ഞു. എന്നാൽ ആ ക്ലീനിങ് നടക്കുമ്പോഴും കുറേ ഭാഗം നമുക്ക് അതിനെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്രാവശ്യം വലിയ രീതിയിൽ മഴ പെയ്തപ്പോഴും ഒരു പരിധി വരെയും അതിനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞത് നമുക്ക് ഈ പെരുന്തോട് വൃത്തിയാക്കി വെള്ളം ഒഴുക്ക് നന്നായി നമ്മൾ നടത്തിയത് മാത്രമാണ്. അപ്പോൾ രണ്ടാം ഘട്ടം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഇപ്രാവശ്യം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചെറിയ ഫണ്ട് ചോദിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഫണ്ട് ലഭിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ മതിലകം പെരിഞ്ഞനം പഞ്ചായത്തുകളിൽ ഇതിൻ്റെ തോടിൻ്റെ സൈഡിൽ പല വൃക്ഷങ്ങളോ അതുപോലെ നമുക്ക് കൃഷി ചെയ്യാൻ ആളുകൾക്ക് പ്രയോജനമുള്ള രീതിയിൽ അങ്ങനെയുള്ള പരിപാടി ആരംഭിക്കും. വരവൂർ തളിയിൽ ബാർബർ ഷോപ്പിലെ മാലിന്യങ്ങൾ വൻതോതിൽ തള്ളിയത് പ്രദേശവാസികൾക്കും വ്യാപാരികൾക്കും ദുരിതമാകുന്നു. മുഖ്യലപീടിക റേഷൻ കടയ്ക്ക് മുന്നിലും വിവിധ പ്രദേശങ്ങളിലുമാണ് വൻതോതിൽ മുടിയും ബ്ലേഡുകളും ഉൾപ്പെടെയുള്ള മാലിന്യം തള്ളിയിട്ടുള്ളത്. മുടിയിഴകൾ കാറ്റിൽ പാറി വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും പതിക്കുന്നതും മൂർച്ചയേറിയ ബ്ലേഡുകൾ റോഡിൽ പരന്നുകിടക്കുന്നതും നാട്ടുകാർക്ക് ദുരിതമായിട്ടുണ്ട്. ഇന്ന് രാവിലെ സാധാരണ പോലെ റേഷൻ കട തുറക്കാൻ വേണ്ടി വന്നപ്പോൾ രാവിലെ ഇവിടുന്ന് പലരും വിളിച്ചു പറഞ്ഞിരുന്നു ഇങ്ങനെ സംഭവം എന്നുള്ളത്. അപ്പോൾ രാവിലെ തുറക്കാൻ വന്നപ്പോൾ നമ്മുടെ കടയുടെ പരിസരത്ത് കടയുടെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ട് റോഡ് സൈഡിൽ പഞ്ചായത്ത് റോഡാണ്. അവിടെ ബാർബർ ഷോപ്പിലത്തെ മാലിന്യം മുടി മുറിച്ചത് ബ്ലേഡ് അടക്കമുള്ള മറ്റുള്ള വേസ്റ്റ് സാധനങ്ങളെല്ലാം കൂടിയിട്ട് ഇവിടെ മെയിൻ റോഡിൽ കൊടുന്ന് തട്ടിയിരിക്കുകയാണ്. ഇവിടെ പലരും യാത്ര ചെയ്യുന്ന സ്ഥലമാണ്, വണ്ടികൾ സ്ഥിരം പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് പല ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ റേഷൻ കട പരിസരത്താണ് ഈ മുടിയൊക്കെ റേഷൻ കടയുടെ ഭാഗത്തേക്ക് പരിസരത്ത് വന്നാൽ ഈ അരിയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ അത് ഭക്ഷ്യധാന്യങ്ങളിൽ ഉൾപ്പെടുകയും ആൾക്കാരുടെ അകത്ത് പോയിട്ട് വല്ല പ്രശ്നങ്ങളുണ്ടാകും. പഞ്ചായത്ത് മെമ്പർ CU അബൂബക്കറിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും വ്യാപാരികളും പരാതി നൽകിയതിനെ തുടർന്ന് പോലീസും ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ബാർബർ ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച മഹാഗോപൂജ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കിഴക്കേ നടയിൽ നിന്ന് വാദ്യമേളങ്ങൾ, ഗോപികാ നൃത്തം തുടങ്ങിയവയുടെ അകമ്പടിയിൽ പശുക്കളെ ആനയിക്കും. ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ പശുക്കളെ പൂജിക്കും. ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യും. അഷ്ടമി രോഹിണി ദിനത്തിൽ ശോഭയാത്രയും ഉണ്ടാകും. ഉച്ചതിരിഞ്ഞ് 4-ന് തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ സമാപിക്കും. രാധാകൃഷ്ണ വേഷം ധരിച്ച 800 കുട്ടികൾ ശോഭയാത്രയിൽ അണിനിരക്കും. സംഘാടകരായ PG ഷമ്മി, PK ശിവദാസ്, C മാധവപ്രസാദ്, PB സുദേവ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അഷ്ടമിരോഹിണി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഗുരുവായൂരപ്പന് 1 കുടം നറുവെണ്ണയും 301 കുടം അപ്പവും സമർപ്പിച്ചു. മമ്മയൂർ മഹാദേവ ക്ഷേത്രത്തിൽ വെണ്ണയും അപ്പവും സമർപ്പിച്ച ശേഷം എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ജസ്റ്റിസ് സോമരാജൻ, നടൻ ശിവജി ഗുരുവായൂർ, മുൻ MLA രാജൻ ബാബു തുടങ്ങി 10ഓളം പേർ വെണ്ണയും അപ്പവുമായി എഴുന്നള്ളിപ്പിന് മുന്നിൽ അണിനിരന്നു. കിഴക്കേ ഗോപുരനടയിലെത്തിയ എഴുന്നള്ളിപ്പിന് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. ഗുരുവായൂരപ്പന് സമർപ്പിച്ച അപ്പം ഭക്തർക്ക് സൌജന്യമായി വിതരണം ചെയ്തു. കുറാഞ്ചേരി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ച ഉറ്റവരുടെയും പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പൂക്കൾ അർപ്പിച്ച നാട്. കുറാഞ്ചേരി സെന്ററിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. AC മൊയ്തീൻ MLA, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, തഹസിൽദാർ MC അനുപമൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവർ മരിച്ചവരുടെ ഛായാചിത്രങ്ങൾക്ക് മുന്നിൽ കണ്ണീർ പൂക്കൾ അർപ്പിച്ചു. വെങ്കിടങ്ങിൽ വയോധികയുടെ വീടിന് നേരെ രാത്രി ആക്രമണം നടന്നതായി പരാതി. തൊയ്ക്കാവ് പൊന്നറമ്പിൾ വിജയുടെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. വിജയും മരുമകളും പേരക്കുട്ടിയും മാത്രമാണ് ഇവിടെ താമസം. വീടിന് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ, സൈക്കിൾ, കസേരകൾ തുടങ്ങിയവ അക്രമികൾ നശിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി വിജയ പറഞ്ഞു. ഞാൻ പേരക്കുട്ടിയും കൂടി താമസിക്കുന്ന വീട്ടിൽ 2 ദിവസം മുപ്പാട് വന്നിട്ട് ജപ്പാൻ രാജേഷ് അവൻ്റെ കൂട്ടുകാരും കൂടിയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് കസേര ഒരു ഡ്രം, ഒരു ബാത്റൂമിൽ വെള്ളം ചോദിക്കാൻ ഞാൻ പുറത്ത് വയ്ക്കുന്നത് ആ ഡ്രമ്മും കസേരയും കൂടി പുഴയിലേക്ക് വലിച്ചിട്ടു. പിന്നെ അപ്പുറം പോയി
വണ്ടി എൻ്റെ മരുമോളെ വണ്ടി തട്ടി മറിച്ചിട്ടു. എൻ്റെ പേരക്കുട്ടിയുടെ സൈക്കിൾ എടുത്ത് ഒരു കാട്ടിലേക്ക് ഇട്ടു. ഓസ് എടുത്ത് വടക്കേ ഭാഗത്തേക്ക് പറമ്പിലേക്ക് എടുത്തിട്ടു. അങ്ങനെ കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ പരത്തി വെച്ചു. ടൈല് പൊട്ടിച്ചു. അപ്പോൾ ഞങ്ങളിത് കേട്ടപ്പോൾ പേടി കൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഞങ്ങൾ വന്നില്ല. പേടിച്ചിട്ടാണ് ഞങ്ങൾ വരാഞ്ഞത്. ഇപ്പം മരുമോള് വാതിൽ തുറക്കാൻ തന്നപ്പോൾ ഞങ്ങൾ സമ്മതിച്ചില്ല. ഞങ്ങളുടെ ജീവൻ തന്നെ വളരെ ആപത്തിലാണ്. ഞങ്ങളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഞങ്ങൾക്ക് ഒരാളുണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾ അകത്തന്നെ നിന്നു. അപ്പം ഞങ്ങൾ നേരം വെളുത്തു. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. നേരം വെളുത്ത് ഞങ്ങൾ പാവട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഇരട്ട ലോക റെക്കോർഡ് നേടി 2 വയസ്സുകാരൻ യുവാൻ ദേവ്. ഇന്ത്യ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡും കലാം വേൾഡ് റെക്കോർഡുമാണ് ഈ കൊച്ചുമിടുക്കൻ നേടിയെടുത്തത്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് യുവാൻ ദേവ് കിളികളുടെയും പച്ചക്കറികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും പേരുകൾ ഓർത്തുവെച്ച് പറയുന്നത് രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് രക്ഷിതാക്കളുടെ ചോദ്യങ്ങൾക്ക് കുട്ടി കൃത്യമായി മറുപടി നൽകിയതോടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നിർദ്ദേശപ്രകാരം വേൾഡ് റെക്കോർഡിന് ശ്രമം നടത്തി. ആദ്യ ശ്രമത്തിൽ തന്നെ 2 വേൾഡ് റെക്കോർഡുകളും സ്വന്തമാക്കാൻ സാധിച്ചു. കുന്നംകുളം കാവിലക്കാട് സ്വദേശി കണ്ടംപുള്ളി വീട്ടിൽ ജിഷ്ണു പ്രസാദ് അശ്വതി ദമ്പതികളുടെ മകനാണ് യുവാൻ ദേവ്. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചിങ്ങപ്പിറവി ദിനമായ ശനിയാഴ്ച നടക്കുന്ന ചിങ്ങ മഹോത്സവത്തിന് വിളക്കൊരുക്കം നടത്തി. 500ഓളം വിളക്കുകളാണ് ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നത്. ഇതിനാവശ്യമായ വിളക്കുകൾ തയ്യാറാക്കി പൂജിച്ചു. മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി അനിൽ കല്ലാറ്റ് വിളക്ക് സമർപ്പണ പ്രാധാന്യം പങ്കുവച്ചു. പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ബാലൻ വാറനാട്ട്, ശശി കേനാടത്ത്, ശ്രീധരൻ മാമ്പുഴ, EU രാജഗോപാൽ, രവി വട്ടരങ്ങത്ത് എന്നിവർ സംസാരിച്ചു. ഉച്ചതിരിഞ്ഞ് 3-ന് 201 വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്ന മഞ്ചുളത്തറ മേളത്തിന് ശേഷമാണ് ഐശ്വര്യ വിളക്ക് സമർപ്പണം. സ്ത്രീ സാന്നിധ്യം കഥകളി രംഗത്തേക്കും കാലെടുത്തുവെച്ച സന്തോഷത്തിൽ 3-അംഗ സംഘം അരങ്ങേറ്റം നടത്തി. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന അരങ്ങേറ്റ സന്ധ്യ ഏറെ ശ്രദ്ധ നേടി. പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന കഥകളിയിലാണ് പുതിയ അടവുകൾ പയറ്റി 3-അംഗ സംഘം വേദിയിലെത്തിയത്. കഥകളി വടക്കൻ വിഭാഗത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശ്രീലക്ഷ്മി ശേഖർ, K വൈഷ്ണ, M ശ്രീലക്ഷ്മി എന്നിവരാണ് പുതുചരിത്രത്തിന്റെ ഭാഗമായത്. ഇവരോടൊപ്പം തന്നെ പഠിക്കുന്ന KR അഭിജിത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് കഥകളിയിൽ അരങ്ങേറ്റം കുറിച്ചത്. പാട്ടിനൊപ്പം ചെണ്ടമേളത്തിന്റെ താളത്തിലൂടെ അവതരിപ്പിച്ച ഓരോ മുദ്രകളും ആസ്വദിച്ച കാണികൾ ഒന്നടങ്കം കൈയടിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഓരോ ചുവടുവെപ്പിലും സ്ത്രീകളായി ഞങ്ങൾക്കും ഈ രംഗത്തേക്ക് വരാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം കൂടിയാണ് ഇവർ പങ്കുവച്ചത്. ചെണ്ടയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ കൃഷ്ണജിത്ത് പ്രവീൺ, ആദിത്യൻ അനിൽ, നന്ദകിഷോർ, KS സഞ്ജയ്, KS സഞ്ജയ് കൃഷ്ണ, മദ്ദളത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ നിവേദ് കൃഷ്ണ, CU ആയുഷ്, ബിധുൻ ഗോപൻ എന്നിവരുടെ അരങ്ങേറ്റത്തോടുകൂടിയാണ് കഥകളി അവതരിപ്പിച്ചത്. ചടങ്ങ് ഭദ്രദീപം കൊളുത്തി കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ P, കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം 100 കണക്കിന് ആളുകളാണ് ചടങ്ങ് കാണാനെത്തിയത്. TCV ന്യൂസ്, ചെറുതുരുത്തി. ചേലക്കര കുറുമലയിൽ കുടുംബവഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പൂക്കുളങ്ങര വീട്ടിൽ സുമിത്രയെയാണ് ഭർത്താവ് മണികണ്ഠൻ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. വയറിനും കാലിനും കൈയിനും കുത്തേറ്റ സുമിത്രയെ ആദ്യം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാത്രിയിൽ ദമ്പതികൾ തമ്മിൽ നടന്ന വാക്കേറ്റമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. കുട്ടികളുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് പരിക്കേറ്റ സുമിത്രയെ ആശുപത്രിയിലെത്തിച്ചത്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട മണികണ്ഠനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടശ്ശേരി ബീച്ച് റോഡ് ഉപരോധിച്ചു. ഉപരോധ സമരം നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PS സുൽഫിക്കർ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ ഗഫൂർ തളിക്കുളം, ഹിറോഷ് ത്രിവേണി, PM അമിറുദ്ദീൻ, രമേശ് ഐനിക്കാട്ട്, മുനീർ ഇടശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കുളത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ AC പ്രസന്നൻ, TU സുഭാഷ് ചന്ദ്രൻ,
ഷീജ രാമചന്ദ്രൻ, കെ ശൈലേഷ്, PK ഉന്മേഷ് എന്നിവർ നേതൃത്വം നൽകി. കൂടെയുള്ളവരിൽ ബോധ്യങ്ങൾ ജനിപ്പിക്കുകയും അവരെ പ്രവൃത്തി പഥത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നവരാണ് നേതാക്കന്മാരെന്ന് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പറഞ്ഞു. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഇരിങ്ങാലക്കുട രൂപതയിലെ മതബോധന വിദ്യാർത്ഥികളുടെ ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ്. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോൾ വടക്കൻ അധ്യക്ഷത വഹിച്ചു. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ, സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ജോസഫ് കിഴക്കുംതല, രൂപത മതബോധന ഡയറക്ടർ ഫാദർ റിജോയ് പഴയാറ്റിൽ എന്നിവർ സംസാരിച്ചു. വെങ്കിടങ്ങ് കോറളി ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ 3 ദിവസം നീണ്ടുനിൽക്കുന്ന നരസിംഹ മഹായജ്ഞം തുടങ്ങി. മാത്തൂർ ഗണേഷ് അയ്യരാണ് യജ്ഞാചാര്യൻ. ഭാഗവത സാമ്രാട്ട് ബ്രഹ്മശ്രീ പെരുമ്പള്ളി കേശവൻ നമ്പൂതിരിക്ക് ക്ഷേത്രത്തിൽ സമുചിതമായ സ്വീകരണം നൽകി. ക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് ഇളങ്ങള്ളൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വിവിധ ക്ഷേത്ര മാതൃസമിതികളുടെ നേതൃത്വത്തിൽ നാരായണീയം പാരായണം നടന്നു. ക്ഷേത്രത്തിൽ നടന്ന അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ചാവക്കാട് ദേശീയപാത 66 പുതിയ പാലത്തിന് മുകളിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ജലസേചന വകുപ്പിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പൈപ്പ് ലൈൻ ഓഫാക്കിയെങ്കിലും പൈപ്പിലുള്ള വെള്ളം വീണ്ടും പുറത്തേക്കൊഴുകുന്ന സാഹചര്യമാണുള്ളത്. പൊതുപ്രവർത്തകൻ ഇല്യാസ് വോൾഗയുടെ നേതൃത്വത്തിൽ ചാക്കിട്ട് വെള്ളം പുറത്തേക്കൊഴുകുന്നത് താൽക്കാലികമായി തടഞ്ഞു. പിന്നെ ആൾക്കാരുടെ മേത്തേക്കും യാത്രക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, വണ്ടി ബ്ലോക്ക് ആവുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ വേറെ ചേട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ 2 കൂട്ടി നോക്കുമ്പോൾ സെൻട്രാ പൊട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ വാട്ടർ അതോറിറ്റിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓഫ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പൈപ്പിലെ വെള്ളമാണ് പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് അവിടെ നിന്ന് കിട്ടിയ മറുപടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ 1008 നാളികേരം കൊണ്ട് പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തിനും ഗജപൂജയ്ക്കും ശേഷം ആദ്യ ഉരുള നൽകി 7 ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു. ക്ഷേത്രം പ്രസിഡന്റ് കെ സുബിദാസ്, ക്ഷേത്രം സെക്രട്ടറി സുനീഷ് അയിനപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. RMPI തളിക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിക്കുളം പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. തകർന്നു കിടക്കുന്ന റോഡുകൾ ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സമരം RMPI തൃശൂർ ജില്ലാ സെക്രട്ടറി PJ മോൺസി ഉദ്ഘാടനം ചെയ്തു. NA സഫീർ അധ്യക്ഷത വഹിച്ചു. നാട്ടിക മേഖലാ കമ്മിറ്റി സെക്രട്ടറി KS ബിനോജ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PP പ്രിയരാജ്, സ്നേഹലിജി, MV മോഹനൻ എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി 17-ാം വാർഡിൽ CM മാധവൻ മാസ്റ്റർ അരപ്പ റോഡിന് സമീപത്തുള്ള ഓർക്കായലിന്റെ പാലം പണിക്ക് മുൻപായി പ്രദേശവാസികളുടെ സൌഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇബ്രാഹിം പടുവിങ്ങൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നിസാർ, വാർഡംഗം രേഖ അശോകൻ, AM സനൌഫൽ, ഷൈന മുഹമ്മദ്, PM ഖാലിദ്, AA മുഹമ്മദ് ഹാജി, ശുഭ സുരേഷ് എന്നിവർ സംസാരിച്ചു. KCB പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ വാർഷിക സമ്മേളനവും വടക്കാഞ്ചേരി ഡിവിഷൻ രൂപീകരണ സമ്മേളനവും തിങ്കളാഴ്ച K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് NT ബേബി, വടക്കാഞ്ചേരി ഡിവിഷൻ പ്രസിഡന്റ് KB ജോസ്, ഡിവിഷൻ സെക്രട്ടറി TV ദേവദാസ് എന്നിവർ പങ്കെടുത്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വീടുകയറി മർദ്ദിക്കുകയും ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. താന്യം സ്വദേശി ചാഴുപുരയ്ക്കൽ വീട്ടിൽ കാർത്തിക്കിനെയാണ് പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്തത്. 16 വയസ്സായ പെൺകുട്ടിയെ പ്രതി വീടുകയറി ഉപദ്രവിച്ച കേസിലാണ് അറസ്റ്റ്. പ്രതിക്കെതിരെ അന്തിക്കാട് സ്റ്റേഷനിൽ വീടുകയറി ആക്രമിച്ച മറ്റ് 2 കേസുകളുണ്ട്. സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതിക്ക് മയക്കുമരുന്ന് വിൽപ്പനയുമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കാൻഡസ് ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ജോജു തേക്കാനത്ത് അധ്യക്ഷത വഹിച്ചു. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, ക്ലബ്ബ് രക്ഷാധികാരി AP ജോസ് മാസ്റ്റർ, സ്കൂളുകളെ പ്രതിനിധീകരിച്ച് ജോൺസൺ ക്ലബ്ബ് സെക്രട്ടറി ആന്റോ, ട്രഷറർ മോൺസൺ പീറ്റർ എന്നിവർ സംസാരിച്ചു.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിങ്ങോട്ടുകര മൂന്നും കൂടിയ സെന്റർ യൂണിറ്റിലെ അംഗത്തിന്റെ കുടുംബത്തിന് മരണാനന്തര സഹായം കൈമാറി. പൊറ്റേക്കാട്ട് മദനസുന്ദരൻ ഭാര്യ വിജിക്ക് ഭദ്രം കുടുംബസുരക്ഷാ ഇൻഷുറൻസിന്റെ മരണാനന്തര സഹായമായ 10 ലക്ഷം രൂപയുടെ ചെക്ക് യൂണിറ്റ് പ്രസിഡന്റ് MG സുനിൽ നൽകി. സെക്രട്ടറി വിനയൻ കക്കേരി, ട്രഷറർ ഗോപാലകൃഷ്ണൻ, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. താന്യം പഞ്ചായത്ത് വടക്കുമുറി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് നടന്ന വാർഡ് തല ലാപ്ടോപ്പ് വിതരണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം പ്രജിഷ രതീഷ് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TB മായ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർമാരായ VK ഗുണസിംഗ്, ശ്രീകല സന്തോഷ്, CDS ചെയർപേഴ്സൺ സുജിത നിരേഷ് എന്നിവർ സംസാരിച്ചു. മികവിന്റെ കേന്ദ്രങ്ങളാക്കുക എന്ന വ്യാപാരി മിത്രം പദ്ധതിയുടെ സഹായധന വിതരണം ശ്രീനാരായണപുരത്ത് നടന്നു. ED ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി മിൽട്ടൺ J തലക്കൂട്ടൂർ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, വ്യാപാരി വ്യവസായി സമിതി കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി സച്ചിൻ കാട്ടിൽ, വ്യാപാരി മിത്രം ട്രഷറർ ജോയ് പ്ലാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. 3 പീടിക ബീച്ച് റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നിടത്ത് നിന്ന് കുളിച്ച യുവാവിന്റെ പ്രതിഷേധം. കയ്പമംഗലം പള്ളിത്താനം സ്വദേശി ഷെഫീഖാണ് ഒറ്റയാൾ പ്രതിഷേധം നടത്തിയത്. MIC റോഡിലേക്ക് തിരിയുന്ന ഭാഗത്താണ് പൈപ്പ് പൊട്ടിയത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് റോഡിലെ വെള്ളക്കെട്ടിലിരുന്ന് കുളിച്ച് പ്രതിഷേധിച്ചത്. ഒരാഴ്ചക്ക് മുന്നേ കയ്പമംഗലം 14 വാർഡില് പെരിഞ്ഞനം അതിർത്തി പങ്കിടുന്ന 3 പീടിക ബീച്ച് റോഡ് MIC റോഡിന് മുന്നിൽ ഒരാഴ്ചക്ക് മുമ്പ് റോഡിന്റെ സൈഡിൽ പൈപ്പ് ഇടാനായിട്ട് കുഴിക്കുകയും അതിട്ടതിന് ശേഷം ഇവിടെ പൊട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സാധനം വന്ന് നന്നാക്കുകയും അതിന്റെ അന്നൊക്കെ തന്നെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ പൈപ്പ് പൊട്ടി. അത് പൊട്ടിയിട്ട് ഒരാഴ്ചയായി. ഇവിടുത്തെ മെമ്പർ വീഡിയോ സഹിതം അവർക്ക് വിട്ടുകൊടുത്തു. നമ്മളിവിടെ മാറി മാറി വിളിക്കുന്നു, ആരും വരുന്നില്ല. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6520 രൂപ, പവന് 52,160 രൂപ. വെള്ളി ഗ്രാമിന് 88 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3184 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിലെ തീരദേശ മേഖലയിൽ തെരുവുനായുടെ ആക്രമണത്തിൽ 10 വയസ്സുകാരി ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലപ്പിള്ളി എലിക്കോട് വീണ്ടും പുലിയിറങ്ങി പശുവിനെ കൊന്നു. പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്ന പ്രദേശവാസി. കയ്പമംഗലം മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ജില്ലാ കളക്ടർ ഉന്നതതല യോഗം വിളിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പൈപ്പ് ലൈനുകളിലെ തടസ്സം കണ്ടെത്തി പരിഹരിക്കാൻ സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാൻ തീരുമാനം. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം കുട്ടൻകുളം നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാന ബജറ്റിൽ നിന്നും അനുവദിച്ച 4 കോടി രൂപ ചിലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എരുമപ്പെട്ടി തോന്നല്ലൂരിൽ ഇന്നോവ കാർ ആംബുലൻസിലിടിച്ച് രോഗിയായ 4 വയസ്സുകാരനും മാതാവിനും പരിക്കേറ്റു. ചാവക്കാട് സ്വദേശി സന്ധ്യ, മകൻ അദ്വിത് എന്നിവർക്കാണ് പരിക്കേറ്റത്. അഞ്ഞൂർ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മോഷണം. പ്രതിഷ്ഠയിൽ ചാർത്തിയിരുന്ന വെള്ളിമാലകളും ഗോളകയും കവർന്നു. ആമ്പല്ലൂർ കളരിക്കൽ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഭണ്ഡാരം തകർത്ത് പണം കവർന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.